വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രയാർ. ഭഗവാൻ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും അനുഗ്രഹത്തിൽ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മുൻപോട്ടുള്ള യാത്രയിൽ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ. രാമായണ മാസമാണ് അല്ലേ? കർക്കിടക മാസമാണ്. പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കേണ്ട ഒരു മാസമാണ്. എന്നുവെച്ചാല് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ തൊഴിലില് ഒരുപാട് തടസ്സം വന്ന് നിൽക്കേണ്ട സമയമാണ്. മഴ കാരണം നമുക്ക് സാധാരണക്കാരന് തൊഴിലിറങ്ങാൻ പറ്റാതെ വരികയും അതുപോലെ സാമ്പത്തിക സ്രോതസ്സിൽ തടസ്സം വരുന്നതുമായിട്ടുള്ള ഒരു മാസമാണ് നമ്മുടെ കർക്കിടക മാസം. പണ്ട് ആളുകൾ അതിനെ പഞ്ചമാസം എന്നാണ് വിളിച്ചിരുന്നത്. പണ്ട് കൂടുതലും പറമ്പിലും പാടത്തും ജോലി ചെയ്യുന്നവരായിരുന്നു. ഇന്നിപ്പോ അതൊന്നും ഇല്ലാണ്ടായി, മിഷണറീസ് ആയി. അപ്പോൾ അന്ന് അതിന് പോകാൻ പറ്റാതെ, സാമ്പത്തിക സ്രോതസ് ഇല്ലാതെ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസമായിരുന്നു കർക്കിടകം. ഇപ്പൊ നമ്മുടെ കാലങ്ങൾ മറഞ്ഞു വന്നപ്പോ അതിനൊക്കെ മാറ്റം ഉണ്ടായി. ഇന്നിപ്പോ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർ വളരെ കുറഞ്ഞു. ഇല്ല എന്നല്ല കേട്ടോ, കുറഞ്ഞു. എല്ലാവരും കമ്പ്യൂട്ടറും ഓഫീസ് ജോലികളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ദാരിദ്ര്യം ബാധിക്കുക എന്ന് പറഞ്ഞാല് കാര്യമായിട്ട് ഉണ്ടാവാറില്ല. എന്നാൽ കച്ചവടക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. മഴ കാരണം ആരും പുറത്തേക്ക് ഇറങ്ങാതെയും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ തൃപ്രയാർ ക്ഷേത്ര നടയിലാണെങ്കിൽ തന്നെ സാധാരണ സ്ഥിരം കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഈ പവിത്രമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. രാമായണ മാസം അല്ലെ? രാമന്റെ യാത്ര, അതാണ് രാമായണം, അതിന്റെ മാസമാണത്. അതുപോലെ തന്നെ ഇതിലെ വിഷ്ണുമായ സ്വാമിക്കുള്ള പ്രാധാന്യം എന്ന് വെച്ചാല് രാവണ യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ദേവനാണ് ശ്രീ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി. ആ ഒരു കാര്യം കൊണ്ട് തന്നെ രാമായണ മാസത്തിൽ സ്വാമിക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണ്ടായി സ്വാമിക്ക് നേദ്യം വെച്ച് ബലപ്പെടുത്തണം ഈ മാസം എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മാസത്തിൽ സ്വാമിക്ക് നേദ്യം വെച്ച് ബലപ്പെടുത്തിയാൽ കൂടുതൽ ബലങ്ങള് ഭക്തന് കിട്ടും. അപ്പൊ ഈ മാസം നമുക്ക് പൂർണ്ണ അനുകൂലത്തിലാവട്ടെ, എല്ലാവർക്കും സാമ്പത്തിക സ്രോതസ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വാമിയെ വെച്ച് ആരാധിക്കുന്ന കാര്യത്തിൽ ഇന്നും ഒരുപാട് സഹോദരങ്ങൾക്ക് സംശയം നിലനിൽക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നമുക്ക് വരുന്ന കോളുകളില് എല്ലാ മതസ്ഥരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവില്ലാത്തൊരു വ്യക്തിക്ക് നമ്മൾ കർമ്മം ചെയ്തു കൊടുത്താൽ, സ്വാമിയെ വെച്ച് ആരാധിക്കാൻ അറിവില്ലാത്തൊരു വ്യക്തി, അതായത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാത്തൊരു വ്യക്തിക്ക് കർമ്മം ചെയ്തു കൊടുത്താൽ ഫലസിദ്ധി കിട്ടാറില്ല. ആദ്യമേ തന്നെ സ്വാമി എന്താണെന്നും സ്വാമി എങ്ങനെ കൊണ്ടുപോകണം, സ്വാമി എങ്ങനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമേ നമ്മൾ കർമ്മം ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ പരാജയത്തിലേക്ക് കർമ്മം പോകും, ഒരു കാര്യസാധ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് വിഷ്ണുമായ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭാഗ്യസിദ്ധി പോലെയാണ് എല്ലാവരും കണക്കൂട്ടുന്നത്. ഒരുപാട് ആളുകൾ ലോട്ടറി അടിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒരുപാട് വ്യക്തികൾ 10 ദിവസത്തിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടാനായിട്ട് വിളിക്കാറുണ്ട്. ഭഗവാൻ ഒന്ന് അനുകൂലത്തിൽ വരണ്ടേ? നമ്മളുടെ അനുകൂലത്തിലുണ്ട്. നമ്മൾ ഉപാസകനാണ്, എന്നും ആരാധന ചെയ്യുന്നവരാണ്, പൂജിക്കുന്നവരാണ്. അതുപോലെ ഇല്ലല്ലോ സാധാരണ ജനങ്ങള്. അവര് അങ്ങനെയൊന്നും ചെയ്യാത്തവരാണ്. അപ്പൊ അവർക്ക് സ്വാമിയുടെ ഒരു കരിശക്തി കൊടുത്താലോ യന്ത്രം കൊടുത്താലോ അത് അനുകൂലത്തിൽ വരാനുള്ള ഒരു സമയം അത് നമുക്ക് കണക്കിലെടുക്കാൻ വഴിയില്ല. അപ്പൊ 41-90 ദിവസങ്ങളൊക്കെയാണ് നമ്മൾ പറയുക. അതിനുള്ളിൽ അനുകൂലം ആവണം. അതിന് നമ്മൾ കൊടുത്ത ധ്യാന ശ്ലോകം യഥാവിധി പറഞ്ഞു തരുന്ന പോലെ ചൊല്ലി അനുകൂലത്തിൽ വരുത്തണം. ആചരണമായിട്ട് നിത്യപണാര കുഴിഞ്ഞു വെച്ച് സ്വാമിയെ അനുകൂലത്തിൽ വരുത്തി കഴിഞ്ഞാലേ കാര്യസിദ്ധി ഉണ്ടാവുള്ളൂ. അത് എത്ര പറഞ്ഞു കൊടുത്താലും പലർക്കും മനസ്സിലാവണില്ല. ഒരു സഹോദരൻ നാളെ എന്നെ വിളിക്കേണ്ടായി. അദ്ദേഹത്തിന് 50 ദിവസം കർമ്മം ചെയ്തിട്ട് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ച പോലെ ആവുന്നില്ല, എന്നാ മാറ്റങ്ങൾ ഉണ്ട് താനും. അദ്ദേഹം വിചാരിച്ച പോലെ ആവില്ല എന്നുള്ള അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ തന്ന ധ്യാനശ്ലോകം ഒന്ന് ചൊല്ലുവോ എന്ന് ചോദിച്ചു. ഒരു വരി പോലും അദ്ദേഹത്തിന് കാണാതെ കിട്ടില്ല. 19 ദിവസം നിത്യവും 7 തവണയോ അല്ലെങ്കിൽ 21 തവണയോ ധ്യാനശ്ലോകം 2 നേരം ചൊല്ലുന്ന ആള് മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും. അത്ര ബുദ്ധി കുറഞ്ഞ മനുഷ്യരൊന്നും ഇന്ന് ഭൂമിയിലില്ല. എല്ലാവരും നല്ല ബുദ്ധിയുള്ളവരാണ്, ഓർമ്മശക്തി ഉള്ളവരൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് അതിന്റെ ഒരു വരി പോലും ചൊല്ലാൻ കഴിയാതെ വന്നപ്പോ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എത്ര തവണ ചൊല്ലണ്ടേ? അതിങ്ങനെ ചില ദിവസം ചൊല്ലാറില്ലേ, വല്ലപ്പോഴേ ചൊല്ലുന്നുള്ളോ. ഈ 50 ദിവസത്തിനുള്ളിൽ അദ്ദേഹം 5-6 ദിവസമേ ഈ ധ്യാന ശ്ലോകം ചൊല്ലിയിട്ടുള്ളൂ. സ്വാമിയായിട്ട് എന്താ അടുപ്പം? ഒരു അടുപ്പവും ഇല്ല. പിന്നെ എവിടെന്നാ കാര്യങ്ങൾ സിദ്ധിച്ചു കിട്ടാ?
നമ്മളിവിടെ ഓരോ 7 ദിവസം കൂടുമ്പോഴും അദ്ദേഹത്തിന് മെസ്സേജ് വരുമ്പോൾ ഇവിടെ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങൾ അവിടെയുണ്ട്. എന്നാൽ അദ്ദേഹം വിചാരിച്ച രീതിയിലൊരു മാറ്റം അവിടെ ഉണ്ടായില്ല. കാരണം സ്വാമിയുമായി കൂടുതൽ അടുപ്പുണ്ടായില്ല, സ്വാമിയുടെ അനുകൂലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായ കാരണം. അപ്പൊ ഏത് മഠത്തിൽ നമ്മൾ സ്വാമിയുടെ കർമ്മം ചെയ്ത് കരിശക്തിയോ യന്ത്രമോ എന്ത് സ്വീകരിച്ചാലും അത് കൊണ്ടുപോയിട്ട് ബലപ്പെടുത്തി എടുക്കേണ്ടത് അവരവരുടെ ചുമതലയാണ്. വിളക്ക് വെച്ച് ആരാധിക്കാൻ പറ്റാത്തവൻ നിത്യവും 2 നേരം പ്രാർത്ഥനയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ മതസ്ഥർക്കും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പ്രാർത്ഥനയെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ ഇത് കൊണ്ടുപോയി വെച്ചു, സ്വാമിയല്ലേ, വിഷ്ണുമായല്ലേ, ചാത്തനല്ലേ, ഇപ്പൊ അങ്ങോട്ട് കാര്യം സാധിക്കുന്ന വെച്ചാല് അങ്ങനെയൊന്നും വന്ന് കാര്യം സാധിപ്പിച്ചു തരുന്ന ഒരു ദേവനല്ല അദ്ദേഹം. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം എന്തും ചെയ്തു കൊടുക്കുള്ളൂ. അദ്ദേഹത്തിനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ള അതിർവരമ്പുകളൊക്കെ കടന്നിട്ട് അതിനെ സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ സ്നേഹിച്ചു വന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ ഇപ്പോ അടിസ്ഥാനപരമായിട്ട് നിലനിന്ന് പോകാനുള്ള ധനസ്രോതസ്സുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് സ്നേഹിച്ച് ജപിച്ച് പ്രാർത്ഥിച്ച് അനുകൂലങ്ങളെ നേടിയെടുക്കണം. നേതിക്ക് കൊടുത്തിട്ട് അനുകൂലങ്ങളെ നേടിയെടുക്കണം. അതിന് സാധിക്കാതെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അവരവരുടെ ചുമതലയാണ് സ്വാമിയായിട്ടുള്ള അടുപ്പുണ്ടാവേണ്ടത്. അല്ലാതെ കൊണ്ടുപോയി 21 ദിവസം കഴിയുമ്പോഴേക്കും അയ്യോ സ്വാമിയെ നടന്നില്ല. ഇവിടെ എല്ലാം കർമ്മത്തിൽ പുരോഗതി വരാൻ വേണ്ടി മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ നാളെ ഒരു സഹോദരി വിളിക്കണ്ടായി, കടബാധ്യത തീരണം. കടബാധ്യത തീരാൻ എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദിവസം 800 രൂപ കിട്ടുന്ന ജോലിയാണ്, കടബാധ്യത ഒരു 10 ലക്ഷം രൂപയോളുണ്ട്, എങ്ങനെ തീർക്കും? എന്നാൽ നിങ്ങൾ അതിനുള്ളൊരു സംവിധാനം കണ്ടിട്ട്, ജോലി മാറി എന്തെങ്കിലും ചെയ്യാനുള്ള സംവിധാനം കണ്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള സംവിധാനം കണ്ടിട്ടോ നമ്മളെ വിളിക്കുന്നു. അപ്പൊ അദ്ദേഹം ചീത്ത പറഞ്ഞു, ഇയാൾ എന്ത് പൂജാരിയാന്ന് ചോദിച്ചു. എനിക്കിപ്പോ ഒരാളുടെ കടബാധ്യത തീർക്കാനായിട്ട് കർമ്മം ചെയ്ത് കൊടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. എന്റെ ആചാരത്തിൽ, സ്വാമിയുടെ ആചാരത്തിലും കടബാധ്യത തീർക്കാനായിട്ട് കർമ്മം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാൻ ഒരു വിഷമവും ഇല്ല. എനിക്കറിയാത്ത കാര്യം ഞാനിങ്ങനെ ചെയ്തു കൊടുക്കുക. കടബാധ്യത തീർക്കണമെങ്കിൽ സ്വന്തം കർമ്മ പദ്ധതികളിൽ ബലം ഉണ്ടാവണം, ഉയർച്ച ഉണ്ടാവണം. ആ കാശ് കൊണ്ടല്ലേ കടബാധ്യത തീർക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വന്നു ചേരണം, അതിന് സ്വാമിയുടെ അനുകൂലം ഉണ്ടാവണ്ടേ. അപ്പൊ ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരാൾക്ക് കർമ്മം ചെയ്തു കൊടുത്തിട്ടൊരു കഥയുമില്ല. ലക്ഷ്യം വിളിക്കുന്ന വ്യക്തികൾക്ക്, വരുന്ന വ്യക്തികൾക്ക് ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റാൻ മാത്രമേ ദൈവികമായിട്ടുള്ള വിശ്വാസം നമ്മളെ സഹായിക്കുള്ളൂ. അല്ലാതെ ഒരു കാര്യങ്ങൾക്കും ദൈവികമായ സഹായം നമുക്കുണ്ടാവില്ല. നമ്മൾ പ്രവർത്തിക്കാണ്ട് നമ്മൾ പൂജയും കർമ്മവും ചെയ്തുകൊണ്ട് ഒരു ഫലസിദ്ധിയും ഉണ്ടാവില്ല. അത് അറിവില്ലാത്തവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അത് പ്രതിപാദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഈ അനുഭവത്തിൽ നമ്മൾ ആശ്രാന്ത പരിശ്രമം ചെയ്തിട്ടാണ് ഇപ്പോഴും 3 പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രൊഫഷനിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നുണ്ട്, പ്ലാൻ വാസ്തു സമ്പ്രദായത്തിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്, സ്ഥാനനിർണയത്തിലും കല്ലിടലിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുന്നു. നമ്മൾ ആ കഠിനമായ പ്രയത്നമാണ് നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം. അല്ലാതെ വെറുതെ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടോ രക്ഷപ്പെടുന്നില്ല. പ്രവൃത്തി ഉണ്ടാവണം, അതിനൊരു സത്യസന്ധത ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവന്റെ കണ്ണീര് വീണിട്ടുള്ള പണം നമുക്ക് വേണ്ട. സത്യസന്ധമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന്റെ പോരായ്മകൾ മനസ്സിലാക്കി വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിൽ അദ്ദേഹത്തെ സഹായിക്കാനും വിളിക്കുന്നവരെ സഹായിക്കാനും നമുക്ക് കഴിയണം. എന്നാലാണ് സ്വാമിയെ കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് ശുഭം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അശുഭമൊക്കെ ഉണ്ടാവും. അതുപോലെ ശീലശുദ്ധി നിർബന്ധമാണ്. സ്വാമിയെ ഉപാസിക്കുന്നവർക്ക് ശീലശുദ്ധി നിർബന്ധമാണ്. സംശയമുള്ളവന്റെ കൂടെ സ്വാമി ഇരിക്കൂല. അപ്പൊ സംശയമില്ലാതെ നിസ്സംശയം സ്വാമിയെ ആരാധിച്ചു പോകുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഫലസ്ഥിതി ഉണ്ടാവും. പിന്നെ എന്നും നമ്മൾ വിളക്ക് വെച്ച് ആരാധിക്കുമ്പോൾ ആ ഒരു വിഗ്രഹത്തിനോ അല്ലെങ്കിൽ ആ ഫോട്ടോയ്ക്കോ ഒരു ചൈതന്യം വന്നു ചേരും. അതിന്റെ ഫലസിദ്ധിയും നമ്മൾക്ക് ഉണ്ടാവും. ഇതൊക്കെ ദിനചര്യകളിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ കഴിയണം. എല്ലാവരും പറയും സമയം കിട്ടില്ല സ്വാമി, കാലത്ത് 6 മണിക്ക് എന്റെ ജോലിക്ക് പോകണം. അപ്പൊ 6 മണിക്ക് എന്റെ ജോലിക്ക് പോകേണ്ടവർ ഒരു 5 മണിക്കെങ്കിലും എണീറ്റ് അദ്ദേഹത്തിന്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു 15 മിനിറ്റ് നേരത്തെ എണീറ്റോളോ, 4:45 എണീറ്റാല് സ്വാമിക്ക് വിളക്ക് വെപ്പും നടക്കും, പ്രാർത്ഥനയും നടക്കും. 15 മിനിറ്റ് അല്ലേ വ്യത്യാസം വേണ്ടു. അതിന് പോലും സാധിക്കാത്ത സഹോദരങ്ങളാണ് കാര്യസിദ്ധികൾക്ക് വിളിക്കുന്നത്. ഇതൊന്നും മാജിക്കലി നടക്കുന്ന കാര്യങ്ങളല്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവൃത്തിക്ക് അനുകൂലം തരാനേ ദൈവങ്ങൾക്ക് കഴിയുള്ളൂ. പ്രവൃത്തി വന്ന് ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഒരു കട്ടൻ ചായ ഇട്ട് തരാൻ പറഞ്ഞ സ്വാമി ഇട്ട് തരുമോ? സ്വാമി ഇട്ട് തരുമോ കട്ടൻ ചായ? ഇല്ല.
അതിന് നമ്മൾ എണീറ്റ് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ യാത്രകൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ സ്വാമിയുടെ അനുകൂലം കൂടി ഉണ്ടാവുന്ന പറയാ. ഒരുക്കം നമ്മൾ നടത്തി പ്രവർത്തിക്ക് നമ്മൾ ഇറങ്ങണം. മടി പാടില്ല, അലസത പാടില്ല. നിരാശ വന്ന് വീട്ടിൽ നിന്നോണ്ട് കഥയുണ്ടോ? എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ വീട്ടിലിരിക്കട്ടെ. ആ ആള് വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്രകളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ സ്വാമിയെ കൂട്ടുനിർത്തി ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ നമുക്ക് ഉണ്ടാവുന്ന തടസ്സങ്ങളെ മാറ്റിയിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താനും ഫലസിദ്ധി ഉണ്ടാവാനും ഭഗവാൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മുടെ മഠത്തിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും കാര്യസിദ്ധി എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവരിലെ മടി, അലസത മാറ്റി ലക്ഷ്യബോധത്തെ കൊടുത്ത് അവരെ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഫലസിദ്ധി കിട്ടണേ. അല്ലാതെ നമ്മൾ മാജിക്കലി ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. അദ്ദേഹത്തിന്റെ എവിടെയാണ് പോരായ്മ എന്ന് നോക്കിയിട്ട് ആ പോരായ്മയെ മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കഴിയും. അപ്പോഴാണ് ഫലസിദ്ധി വരുന്നത്. നമ്മളെ വിളിക്കുന്ന ഏകദേശം 90% ആളുകളും ദുരിതങ്ങളിൽ പെട്ടിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസമായിരിക്കുന്നവരാണ്. പ്രവൃത്തി ഇല്ലാത്തോടത്ത് ഫലം ഉണ്ടാവില്ല. പ്രവൃത്തി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഈ കർക്കിടക മാസത്തിലെ, ഈ രാമായണ മാസത്തിലെ, ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ മാസത്തിലെ നമുക്ക് വിഷ്ണുമായ സ്വാമിയെയും കരിങ്കുട്ടി സ്വാമിയെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോയി നമ്മളുടെ എല്ലാം ദുരിത ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടി സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയുടെ അനുഗ്രഹം, വിഷ്ണുമായുടെയും കരിങ്കുട്ടി സ്വാമിയുടെ അനുഗ്രഹം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.